UDFിലെ അധികാര തർക്കത്തെ തുടർന്ന് ഇടുക്കിയിലെ തൊടുപുഴ നഗരസഭയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. ചെയർപേഴ്സൺ സാബിറ ജലീലിനെ പുറത്താക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമാവുകയാണ്. സാബിറ ജലീലും വൈസ് ചെയർമാൻ ദീപക്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നഗരസഭയെ ഭരണപ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ തൊടുപുഴ നഗരസഭയിൽ അധികാരത്തിലെത്തിയിട്ടും ഭരണപരമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് UDF ഭരണസമിതി. മുന്നണിക്കുള്ളിലെ ചേരിപ്പോര് മുറുകിയതോടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും കൌൺസിലർമാരും രണ്ടു തട്ടിലാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ചെയർപേഴ്സൺ സാബിറ ജലീലും വൈസ് ചെയർമാൻ ദീപക്കും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നഗരസഭാ ഭരണത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. കോൺഗ്രസിലെയും ലീഗിലെയും ഒരു വിഭാഗം കൌൺസിലർമാർ അധ്യക്ഷ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവയ്ക്കുമെന്നാണ് സബീറ ജലീലിന്റെ നിലപാട്. അതിനുണ്ടായ കാരണങ്ങൾ അതിനുശേഷം വ്യക്തമാക്കുമെന്നും അവർ പറയുന്നു. സ്ഥാനത്തിൽ വന്നേക്കുന്നതാണ്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനമല്ല, പാർട്ടി എനിക്ക് തന്നതാണ്. കാരണം പാർട്ടിയുടെ ഇപ്പോൾ ആര് ഭരിച്ചു കഴിഞ്ഞാലും ഒരു മുനിസിപ്പൽ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നതല്ലേ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിർവഹിക്കും. പിന്നെ അങ്ങനെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാറേണ്ട സാഹചര്യമാണെങ്കിൽ ഞാൻ മാറും. പക്ഷേ അതിനുണ്ടായ കാരണങ്ങൾ അതെനിക്ക് വ്യക്തമാക്കേണ്ടതായിട്ട് വരും. തൊടുപുഴയിലെ പഴയ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകുന്നതിലും മങ്ങാട്ട് കവലയിലെ അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലുമുള്ള അഴിമതി തുറന്നുകാട്ടി ചെയർപേഴ്സൺ സ്വീകരിച്ച നിലപാടിനെ കൌൺസിലിൽ മറ്റു ഭരണകക്ഷി നേതാക്കൾ അട്ടിമറിച്ചിരുന്നു. ലീഗിലെ ഒരു വിഭാഗം കൌൺസിലർമാരുടെയും വലതുപക്ഷ ജീവനക്കാരുടെ സംഘടനയെയും ഒപ്പം ചേർത്തുകൊണ്ടാണ് വൈസ് ചെയർമാന്റെ സമാന്തര ഭരണസമിതി നീക്കം. ഇതിനിടെ സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതും മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ അഭാവവും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. ഉദ്യോഗസ്ഥരുടെ ഒരു കുറവ് ആ നിലയിൽ ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൗൺസിലിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇതുവരെയും രാഷ്ട്രീയ ഭേദമന്യേ ഈ നിലവിൽ ഇതുവരെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നവും എനിക്ക് നാളുവരെയും വന്നിട്ടില്ല. ഭരണപക്ഷത്തെ പടലപ്പിണക്കം മൂലം നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും അടക്കമുള്ള പദ്ധതികളും പാളിയിരിക്കുകയാണ്. അവരുടെ ഒരു ഐക്യക്കുറവ് ഭരണത്തെ വളരെ ബാധിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണപക്ഷത്തിൻ്റെതാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും അവരാണ് ഭരിക്കുന്നത്. പക്ഷേ എങ്കിലും വേണ്ടത്ര ഒരു സ്പീഡ് ഭരണത്തിനുണ്ടാകുന്നില്ല. നഗരസഭയിലെ ഭരണപ്രതിസന്ധിയിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP കൌൺസിലർമാരും നേതൃത്വവും. ജനം, ഇടുക്കി.